ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഈശോ കോപത്തെ കൊല്ലുന്നതിനോടാണ് താരതമ്യപ്പെടുത്തുന്നത്. കൊല്ലുന്നവന് ലഭിക്കുന്ന ശിക്ഷ അത് തന്നെ കോപിക്കുന്നവനും ലഭിക്കും എന്നാണ് ഈശോ പറയുന്നത്. നമ്മൾ ചിന്തിക്കും, കോപിക്കുന്നത് അത്രമേൽ പ്രശ്നമുള്ളൊരു കാര്യമാണോ? കൊല്ലുന്നത് പോലെ, അല്ലെങ്കിൽ കൊല്ലുന്നതിന് ലഭിക്കുന്ന ശിക്ഷ കിട്ടാൻ മാത്രം കടുപ്പമുള്ള സംഗതിയാണോ കോപം എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്ത വരുന്നതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തെയും കോപത്തെയും ഒന്നായിട്ട് കാണുന്നത് കൊണ്ടാണ്. ദേഷ്യവും കോപവും രണ്ടും ഒരേ കാറ്റഗറിയിൽ പെടുന്ന സംഗതികളാണ്. പക്ഷെ രണ്ടിൻ്റെയും ഗ്രേഡ് വ്യത്യാസമുണ്ട്. ദേഷ്യം നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നല്ല കാര്യമല്ല, പക്ഷെ നമുക്ക് എപ്പോഴും സംഭവിക്കുന്നതാണ്. ഒരു പ്രഷർ കുക്കറിൻ്റെ കാര്യം പറയുന്നത് കണക്കാണ്. നമുക്കറിയാം, പ്രഷർ കുക്കറിൻ്റെ അകത്ത് പ്രഷർ കൂടി കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക? എന്താണ് സംഭവിക്കുന്നത്? വിസിലടിക്കും, അല്ലേ? ആ വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തെ ആ പ്രഷർ പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും കുറെ കൂടെ ശാന്തമാകും. ഇതാണ് ദേഷ്യപ്പെടൽ. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നവർക്കറിയാം, നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി വളരെ പതുക്കെ, ചിലപ്പോൾ മൊബൈലൊക്കെ വെച്ച് സംസാരിച്ച് പോകുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മൾ അതൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ വീട്ടിൽ കൊച്ചിനോട് പഠിക്കാൻ പറയുമ്പോൾ പഠിക്കാതെ കളിക്കാനായിട്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ കൊച്ചിൻ്റെ അടുത്ത് നമ്മൾ ദേഷ്യപ്പെടും, ഒച്ചയെടുക്കും. അതൊക്കെ ഒരു ദേഷ്യപ്പെടലാണ്. അത് ഒച്ചയെടുത്തു, അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തണുത്തു, അതങ്ങനെ പോകും. നല്ല കാര്യമൊന്നുമല്ല, പക്ഷെ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ദേഷ്യപ്പെടൽ അത് നിയന്ത്രിക്കാതെ നിരന്തരം ഒരേ ആളോട് തന്നെ ദേഷ്യപ്പെടുക, ഒരേ സാഹചര്യത്തിൽ എപ്പോഴും ദേഷ്യം വരിക, അങ്ങനെ ഈ ദേഷ്യത്തെ നിയന്ത്രിക്കാതെ അത് ചിലപ്പോൾ റൂമിനേഷൻ എന്നുള്ളൊരു വാക്കുണ്ട്. റൂമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയവിറക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഒരു ആൾ നമ്മളോട് എന്തെങ്കിലും നമുക്കിഷ്ടമില്ലാത്തത് ചെയ്താൽ, നമുക്ക് വേദനയുണ്ടായാൽ, നമ്മൾ പിന്നെ ആ ആളെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആ സംഭവത്തെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഞാൻ തെറ്റ് ചെയ്തോ? ആ ആളെന്താണ് ചെയ്തത്? ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ ഉറക്കം കളയുന്ന കാര്യത്തെയാണ് റൂമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, റൂമിനേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം തന്നെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അത്തരം രീതിയിലേക്ക് നമ്മുടെ ദേഷ്യം നീങ്ങുമ്പോൾ അത് പതുക്കെ കോപത്തിൻ്റെ അവസ്ഥയായിട്ട് മാറാം. അതുമല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ദേഷ്യം വന്നാൽ ആ ദേഷ്യത്തിൽ പ്രതികാര ബുദ്ധി കൂടി കൂട്ടിച്ചേർക്കാൻ ഇടവന്നാൽ, അവനെ ദ്രോഹിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ ദേഷ്യം കടന്നു കഴിഞ്ഞാൽ അത് കോപത്തിൻ്റെ അവസ്ഥയിലേക്ക് കടക്കും. കോപം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ പുക ഇല്ലാത്ത അടുപ്പുകളാണ്. പണ്ടൊക്കെ പുകയുള്ള അടുപ്പുകൾ ഉപയോഗിച്ചിരുന്ന കാലത്ത് ഈ പുക അടിച്ച് നമ്മുടെ അടുക്കളയുടെ ഭിത്തികളിൽ കരി പിടിക്കും. അങ്ങനെ പിടിക്കുന്ന കരി എളുപ്പമല്ല അത് കളയാനായിട്ട്. അത് അവിടെ കരി പിടിച്ച് അത് നമ്മൾ ഒരു കോട്ട് പെയിൻ്റ് അടിച്ചാൽ പോലും പോകാത്ത വിധത്തിൽ അത് ആഴത്തിൽ അത് കയറും. അത് കഴുകി കളയാനൊന്നും അത്ര എളുപ്പമല്ല. കോപം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിന് കരി പിടിച്ച് കാഠിന്യം കൂടുന്ന അവസ്ഥയാണ്. ഈ ദേഷ്യത്തെ നമ്മൾ വേണ്ടും വിധം നിയന്ത്രിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ദേഷ്യത്തെ ഇങ്ങനെ റൂമിനേഷന് വിധേയമാക്കുക, അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയോടുകൂടി ദേഷ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാകുന്ന, കരി പിടിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴാണ് നമ്മൾ കോപാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാണെന്ന് പറയാനായിട്ട് സാധിക്കുക. നമ്മളിൽ കോപമുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഒന്ന്, നമ്മൾ നമ്മുടെ ഒരു സഹോദരനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും പിണക്കത്തിലാണെങ്കിൽ, വൈരാഗ്യത്തിലാണെങ്കിൽ, അവൻ മരിച്ചാലും അവനെ കാണാനായിട്ട് ഞാൻ പോവില്ല, അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ടാകും. അങ്ങനെ ആളുകളുണ്ട്.
അത് വെറും ദേഷ്യമല്ല. ദേഷ്യം ഇങ്ങനെ കയറി 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 കോപമായി കരിപിടിച്ച, എളുപ്പത്തിൽ കഴുകിക്കളയാൻ പറ്റാത്ത വിധം ഹൃദയം കഠിനമായ കോപത്തിൻ്റെ അവസ്ഥയാണ്. ഇനി അതുമില്ലെങ്കിൽ നമുക്ക് ദേഷ്യമുള്ള ഒരാൾ, നമുക്ക് വൈരാഗ്യമുള്ള ഒരാൾ, ആൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ ഒരു രോഗം, മാറാ രോഗം പിടിപെട്ടതായിട്ട് നമ്മൾ അറിഞ്ഞു, അത് കേൾക്കുമ്പോൾ നമുക്കുള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നമ്മൾ വെറും ദേഷ്യത്തിൻ്റെ അവസ്ഥയിലല്ല ജീവിക്കുന്നത്, കോപത്തിൻ്റെ ഈ കരിപിടിച്ച അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം. സ്നേഹമുള്ളവരെ, ഈ കോപാവസ്ഥയിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനാവട്ടെ ആത്മാവിൻ്റെ ആരോഗ്യത്തിനാകട്ടെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഡോക്ടർമാർക്കൊക്കെ അറിയാനായിട്ട് സാധിക്കും, ഇവിടെ ഡോക്ടർമാരൊക്കെ ഇരിപ്പുണ്ട്, അവർക്കൊക്കെ പറയാനായിട്ട് സാധിക്കും, ഇങ്ങനെ കോപത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ നിരന്തരം ജീവിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് നല്ലതല്ല. നമ്മുടെ ഈ കോർട്ടിസോളിൻ്റെയും അങ്ങനെയുള്ള ഹോർമോൺസിൻ്റെയും ഒക്കെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഈ ഹൃദയ സ്തംഭനത്തിനും നമ്മുടെ സ്ട്രോക്ക് ഉണ്ടാകാനും ഒക്കെ കാരണമായിട്ട് മാറാം. ഈ കോപാവസ്ഥ നമ്മൾ എത്തിക്കുന്നത് അത്തരം സാഹചര്യങ്ങളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി, അതുപോലും കുറയ്ക്കാനായിട്ട് ഈ കോപാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ അതുപോലും സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരീരത്തിൻ്റെ കാര്യം മാത്രമല്ല, ആത്മാവിൻ്റെ അവസ്ഥ, ആത്മാവിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവവരപ്രസാദം അത് സജീവമായി നിലനിൽക്കുമ്പോഴാണ് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുക. നല്ലത് തിരഞ്ഞെടുക്കാൻ, നല്ലത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ വരപ്രസാദം ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോഴാണ്. അത് സജീവമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അതൊക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം തലച്ചോറിൽ ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ കോപത്തിൻ്റെ അവസ്ഥകളിൽ പലപ്പോഴും ഈ ഏരിയ, തലച്ചോറിൻ്റെ അത്രമേൽ ശക്തമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇടവരാതെ പോകുന്ന അവസ്ഥകളുണ്ടാകും. അത് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലെ ഈ ദൈവാനുഭവം അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാതെ തെറ്റുകൾ, വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കോപാവസ്ഥയിൽ ജീവിക്കരുത്. അത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് ഇന്ന് വചനത്തിൽ പറയുകയാണ്, അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം. ഇന്ന് സുവിശേഷത്തിലും ലേഖനത്തിലും നമ്മൾ വായിച്ചു കേട്ടത് ഇതിനെപ്പറ്റിയാണ്, ക്ഷമയെപ്പറ്റി, അനുരഞ്ജനത്തെപ്പറ്റി, ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ്, പ്രാർത്ഥനയെപ്പറ്റി. തീർച്ചയായിട്ടും ഈ കോപത്തിൻ്റെ അവസ്ഥകളിൽ അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മെ സഹായിക്കുന്ന 2-3-4 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെ വേദനിപ്പിക്കുന്ന മനുഷ്യർ, നമുക്ക് ദേഷ്യം തോന്നുന്ന ആളുകൾ, ഇതൊക്കെ നമുക്ക് ദേഷ്യം തോന്നും, അതൊക്കെ സ്വാഭാവികമാണ്. അത്തരം ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത്, എന്ത് മുറിവുകളാണ് അവരെ അത്തരത്തിലേക്ക് നയിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ കൂടെ സഹാനുഭൂതിയോടെ ആളുകളോട് പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം, അനുരഞ്ജനപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ അനുരഞ്ജനം അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താണ്, അനുരഞ്ജനത്തിൽ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആരൊക്കെയാണോ ഒരു കോൺഫ്ലിക്റ്റിൽ പെട്ട് നിൽക്കുന്നത്, അവർ 2 പേരും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവരെല്ലാവരും മനസ്സ് വെച്ചാലാണ് അനുരഞ്ജനം എന്ന പ്രക്രിയ പൂർത്തിയാവുക. ഒരാൾ അനുരഞ്ജപ്പെടാനായിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ മറ്റേയാൾ അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അനുരഞ്ജനം സാധ്യമാവില്ല. പക്ഷേ ഒരാൾ ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആരെങ്കിലും അതിന് മുൻകൈ എടുക്കുക, ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മളങ്ങനെ അനുരഞ്ജനത്തിനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റേയാൾ അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായമായത് നമ്മൾ ചെയ്തു, നമുക്ക് നിർമ്മലമായൊരു ഹൃദയം ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മൾ റെക്കൺസിലിയേഷൻ ശ്രമിച്ചിട്ട് നടന്നില്ല, മറ്റേയാൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും മൂന്നാമത്തെ കാര്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കാനായിട്ട് നമ്മൾ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല.
എന്നെ വേദനിപ്പിച്ചൊരു മനുഷ്യനോട് ഞാൻ എൻ്റെ ഉള്ളിൽ ക്ഷമിക്കുന്നു എന്ന് പറയാനായിട്ട് ആ മറ്റേ ആളോട് നമ്മൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ആളുടെ അനുവാദത്തിനൊന്നും നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നമുക്കത് ദൈവത്തിൻ്റെ മുമ്പിൽ പറയാം. അങ്ങനെ ക്ഷമിക്കാനായിട്ട് ഈശോ തന്നെ കുരിശിൽ എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടാണ് തൻ്റെ മരണം പൂർത്തിയാക്കുന്നത്. ഈശോ എല്ലാവരോടും ക്ഷമിച്ചു. ആ ക്ഷമ എല്ലാവരും സ്വീകരിച്ചു. എല്ലാവരും സ്വീകരിച്ചില്ല, എന്നാലും അവിടെ നിന്ന് ക്ഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ആ രക്ഷാകര ദൗത്യം അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമാണ്. ഞാൻ അനുരഞ്ജനപ്പെടാൻ പോയിട്ട് ആ മറ്റേയാൾ അതിനോട് സഹകരിച്ചില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ക്ഷമിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് ക്ഷമിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെടുക്കുന്ന സ്വാതന്ത്ര്യത്തോടെ, നമ്മൾ എടുക്കുന്ന പൂർണ്ണമായ ബോധത്തോടെ നമ്മളെടുക്കുന്ന ഒരു തീരുമാനമാണ്. നാലാമത്തെ കാര്യം, നമ്മളെ വേദനിപ്പിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വലിയ ശക്തിയാണ് പ്രാർത്ഥനയ്ക്ക്. പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ആരോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. എന്നെ വേദനിപ്പിച്ച ആളോട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ കോപത്തിൻ്റെ കരിപിടിച്ച അവസ്ഥകളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദേഷ്യം നല്ല കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെട്ടു പോകും. അതിനെ നിയന്ത്രിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരന്തരം ഒരേ വ്യക്തിയോട് തന്നെ ദേഷ്യപ്പെടുന്ന സാഹചര്യം, ഒരേ അവസ്ഥയിൽ നമ്മൾ നിരന്തരം ദേഷ്യപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് നമ്മളെ ഈ കോപത്തിൻ്റെ അവസ്ഥയിലേക്ക്, ഈ പ്രഷർ കുക്കറിൻ്റെ അവസ്ഥയിൽ നിന്ന് ഹൃദയം കരിപിടിക്കുന്ന, തേച്ചാലും മാച്ചാലും മാഞ്ഞു പോകാത്ത കരിപിടിക്കുന്ന, ഹൃദയം കഠിനമാകുന്ന കോപത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത്തരം അവസ്ഥകളിലേക്ക് നമ്മൾ ഇതിനകം തന്നെ എത്തിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ആത്മാവിൽ നൽകപ്പെട്ടിട്ടുള്ള കൃപ ഒഴുകാനായിട്ട്, സജീവമായിട്ട് നിൽക്കാനായിട്ട്, അതുവഴിയായി ഈ കരി നീക്കിക്കളയാനായിട്ട്, അതിന് അനുരഞ്ജനത്തിൻ്റെ, മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിൻ്റെ, നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, ക്ഷമിക്കുന്നതിൻ്റെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ശൈലികൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചാൽ കോപത്തിൻ്റെ ഈ വലിയ അപകടം പിടിച്ച അവസ്ഥകളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും കുറെ കൂടെ ആരോഗ്യമുള്ള രീതിയിൽ നമ്മുടെ കുടുംബത്തിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ ജീവിക്കാനായിട്ട് അതുവഴി നമുക്ക് സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.